ഹായ് ഫ്രണ്ട്സ്, മന്ദാരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളൊക്കെ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അന്ന് വളം ചെയ്തതിന് ശേഷം ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മഴ കാരണമാണ്. നമുക്കിനി കുറച്ച് വളം ചെയ്ത് കൊടുക്കാം. നമ്മൾ അതിൻ്റെ മുരട്ടിട്ട് കൊടുത്തിട്ടുള്ള കരിയിലകളൊക്കെ ആദ്യം ഒന്ന് എടുത്ത് മാറ്റി ലാസ്റ്റ് നമുക്ക് അതിൽ തന്നെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഒരു ചാക്കിലോ എന്തിലേക്കിലും വാരി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അതെല്ലാം വാരി എടുക്കുകയാണ്. അന്ന് ഇട്ട് കൊടുത്ത ആ കരിയില ഉള്ളത് കൊണ്ട് നമ്മുടെ മണ്ണൊന്നും കൂടുതൽ തറഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ വേനലായാലും മഴ ആയാലും നമ്മൾ കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ മണ്ണിനും ചെടികൾക്കും ഒക്കെ അത് നല്ലതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും മുരട്ടിൽ നിന്ന് ഞാൻ കരിയിലകൾ വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 1-2 തൈകളിൽ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചട്ടിയിലെ മണ്ണ് സൈഡിലൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞ തവണ വളം ചെയ്ത അതേപോലെ തന്നെ വേരിനൊന്നും തട്ടാതെ, കാരണം വേര് അന്ന് വളം ചെയ്തുകൊണ്ട് വേരോട്ടം കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ വേര് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഞാനൊരു കോല് വെച്ചിട്ടാണ്, കാരണം മണ്ണ് തറഞ്ഞു പോവാത്തത് കൊണ്ട് കോല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കനകമേൽ എന്ന് പറയുന്ന ഒരു വളമാണ്, ജൈവവളമാണ്. 50 രൂപയാണ് ഒരു പാക്കറ്റിന്. ഒന്നിച്ച് വാങ്ങുന്ന സമയത്ത് 10 എണ്ണം 500 ഉള്ളതിന് പകരം 10 എണ്ണം 300 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇതിന്ന് നമ്മൾക്ക് കൈപ്പിടിയിൽ, ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു 2 പിടി, ഏകദേശം ഒരു കൈപ്പിടിയാണ്, ഫുള്ളായിട്ടൊന്നുമില്ല. അതിങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കുക. 2 തവണയായിട്ട് ഇട്ട് കൊടുത്തു. അത്രയാണ് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ചട്ടികളിലും ഇട്ട് കൊടുക്കുകയാണ്. മുരട്ടിക്ക് അധികം പോവാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇലകളിലൊന്നും ആവാതെ നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ അത് തട്ടി കളയുക. പിന്നെ വളം കൂടിപ്പോയാലും ചെടികൾക്ക് പ്രശ്നമാണ്. അപ്പം നമ്മൾ ഒരു ഏകദേശം ഈ ഒരു അളവിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ അതിന് അത്യാവശ്യം ഉണ്ടാവും. നമ്മുടെ മുളകിലൊക്കെ പുഴു ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പം ഒരു പുഴുവിനെ ഇവിടെ കാണുന്നുണ്ട്. പുഴുവിൻ്റെ ആക്രമണം, വെള്ളീച്ചയുടെ ആക്രമണമൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മുടെ മുളകും തൈ നശിച്ചു പോകും. നമ്മൾ നല്ലോണം നോക്കണം. പുഴുണ്ടോ വെള്ളീച്ച ഉണ്ടോ എന്നൊക്കെ ഇലയുടെ അടിയിലൊക്കെ ഒന്ന് നോക്കണം. പുഴുക്കളായാലും ചിലപ്പോൾ ഇലേൻ്റെ അടിയിൽ പോയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിലൊക്കെ മണ്ണിട്ട് കൊടുക്കാം. വളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മണ്ണിടുമല്ലോ. എനിക്ക് ഇടാൻ പാകത്തിന് ഞാൻ കുറച്ച് ചെറിയൊരു ചട്ടിയിലാണ് മണ്ണ് എടുത്തിട്ടുള്ളത്. അതിലാകുമ്പോൾ ഇട്ട് കൊടുക്കാൻ സുഖമാണ്. ഇതിനെ നമുക്ക് ഇനി പിടിച്ച് കളയാം. ഈ പുഴുവിനെ കൊല്ലുന്നൊന്നുമില്ല, പിടിച്ച് കളയുന്നേ ഉള്ളൂ. കൊല്ലാനൊരു മടി, ഒരു ജീവി തന്നെയല്ലേ, നമ്മളെപ്പോലെ ഒരു ജീവി തന്നെയല്ലേ, അതിൻ്റെ ഭക്ഷണം തേടി വന്നതല്ലേ. അപ്പം അതിനെ പിടിച്ച് അങ്ങോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചെടികൾക്കൊക്കെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം വാരി വെച്ച കരിയിൽ അതിൻ്റെ മുരട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.